വികസിത് ഭാരത് സങ്കല്പ് യാത്ര പറവൂരിൽ. പറവൂർ കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പറവൂർ മുനിസിപ്പാലിറ്റിയിലെ പര്യടനം മുനിസിപ്പൽ കൗൺസിലർ ജി ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ രഞ്ജിത്ത് മോഹൻ അധ്യക്ഷത വഹിച്ചു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ പാലക്കാട് ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ എം സ്മിതി സങ്കൽപ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചാബ് നാഷണൽ ബാങ്ക് പറവൂർ ശാഖ ബ്രാഞ്ച് മാനേജർ അനീഷ് സി മാണി, സാമ്പത്തിക സാക്ഷരതാ കൗൺസിലർ കെ പി വിനീത, ഇന്ത്യ പോസ്റ്റൽ മെയിൻ ഓവർസിയർ കെ കെ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സി ബാലകൃഷ്ണൻ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി മുദ്ര വായ്പകളുടെ വിതരണം, വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനം, പ്രചാരണ സാമഗ്രികളുടെ വിതരണം എന്നിവയും നടത്തി. എൻ്റെ ജോലി എന്ന് പറയുന്നത് വെള്ള ശുദ്ധീകരണമാണ്. അപ്പോൾ ഈ അടുത്ത് ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു പുതിയ പദ്ധതി വിദ്യാ ജലനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലെ കുട്ടികൾക്ക് ഓരോരോ സംഘടനകൾ സ്പോൺസർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് സ്പോൺസർ ചെയ്തിട്ട് ഗവൺമെൻറ് സ്കൂളുകളിലെയും ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും കുട്ടികൾക്ക് ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ള കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പദ്ധതി സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. അതിന് ഉദ്ഘാടനം ചെയ്തത് പത്മശ്രീ ശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആണ്. ആലുവ SNDP സ്കൂളിൽ അദ്ദേഹം അത് സംഭാവന ചെയ്യുന്നു, അദ്ദേഹം ഹോസ്പിറ്റലിൽ. അടുത്തത് ചെയ്യാൻ പോകുന്നത് FACT ആണ്. അത് പൈപ്പ് ലൈനിലാണ് ഇപ്പം നിൽക്കുന്നത്. വീണ്ടും ഇതുപോലുള്ള സ്പോൺസേഴ്സിനെയാണ് ഞങ്ങൾ നോക്കുന്നത്, സംഘടനകളായിട്ടും ഓർഗനൈസേഷനായിട്ടും എല്ലാം. ബാങ്കിനെ എന്നെ പരിചയപ്പെടുത്തിയത് യൂറോഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവർ PMO ഓഫീസ് വഴി ഒരു പരിചയവുമില്ലാതെ ഞാൻ ബാങ്കിൽ വന്നു. വളരെയധികം സംരംഭകരെ പ്രോത്സാഹിക്കുന്ന രീതിയിലുള്ള ഒരു യുവ മാനേജരെയാണ് എനിക്ക് കിട്ടിയത് ബാങ്കിൽ നിന്ന്. അദ്ദേഹത്തിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഓക്കെ, കാരണം ഞങ്ങൾ അവിടെ വന്ന് ബാങ്കിൽ വന്ന് 20 days മാക്സിമം, 20-25 days മാക്സിമം അതിനുള്ളിൽ അദ്ദേഹം ആ ലോൺ പാസ്സാക്കുകയും ചെയ്തു. അത് PMRY സ്കീമിലാണ്, അൺസെക്യൂർഡ് ലോണാണ്. ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസിറ്റീവ് മൈൻഡ് വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിന് വീണ്ടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വേദിയിലിരിക്കുന്നവർക്കും സദസ്സിലുള്ളവർക്കും നന്ദി പറയും. താങ്ക് യു.